ദീർഘദൂര യാത്രക്കാർക്ക് ഉയർന്ന നിലവാരത്തിലുള്ളതും സുരക്ഷിതവുമായ യാത്രാനുഭവം ഒരുക്കുന്നതിന്റെ ഭാഗമായി കെഎസ്ആർടിസിയുടെ എക്സിക്യൂട്ടീവ് എസി വോൾവോ ലക്ഷറി ബസ് സർവീസ് വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം എറണാകുളം റൂട്ടിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. യാത്രയ്ക്കുള്ള ഓൺലൈൻ ബുക്കിംഗ് ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിലാണ് എറണാകുളത്തേക്കും തിരിച്ചുമുള്ള സർവീസ്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30 പുറപ്പെട്ട് കൊല്ലം അയത്തിൽ, ആലപ്പുഴ കൊമാടി, ഹൈക്കോടതി വഴി രാവിലെ 9:45 എറണാകുളത്തെത്തും. തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് ഇതേ റൂട്ടിലൂടെ രാത്രി 9:45 ബസ് തിരുവനന്തപുരത്ത് എത്തുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയും മികച്ച യാത്രാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ബിസിനസ് ക്ലാസ് ബസ്സാണ് സർവീസിനായി ഉപയോഗിക്കുന്നത്. യാത്രക്കാർക്കായി 36 പ്രീമിയം റീക്ലൈനിംഗ് സീറ്റുകളാണ് ബസ്സിലുള്ളത്. ഓരോ സീറ്റിലും വ്യക്തിഗത വിനോദ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മിനി റെഫ്രിജറേറ്ററും കോഫി മേക്കറും ഉൾപ്പെടുന്ന പാൻട്രി സംവിധാനവും ബസ്സിനുള്ളിൽ തന്നെയുള്ള ടോയ്ലറ്റ് സൗകര്യവും ദീർഘദൂര യാത്രക്കാർക്ക് ഏറെ സഹായകമാകും. മൊബൈൽ ഫോണുകളും മറ്റുപകരണങ്ങളും ചാർജ് ചെയ്യുന്നതിനുള്ള USB ചാർജിംഗ് പോർട്ടുകളും യാത്രയിലുടനീളം സൗജന്യ വൈഫൈ സൗകര്യവും ബസ്സിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രീമിയം നിലവാരത്തിലുള്ള സേവനം ഉറപ്പാക്കുന്നതിനായി ബസ്സിൽ ജീവനക്കാരുണ്ടാകും. ഡ്രൈവർ കം കണ്ടക്ടർമാർക്ക് ബസ്സിന്റെ പ്രവർത്തന രീതി, സുരക്ഷാ സംവിധാനങ്ങൾ, അടിയന്തര ഘട്ടങ്ങളിലെ നടപടികൾ എന്നിവയിലാണ് പരിശീലനം നൽകിയത്. ഇതിനു പുറമെ ബസ് ഹോസ്റ്റുമാർക്ക് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, കസ്റ്റമർ സർവീസ്, യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്ന രീതി, അടിയന്തര സേവനങ്ങൾ തുടങ്ങിയവയിലും മികച്ച പരിശീലനം ഉറപ്പാക്കിയിട്ടുണ്ട്. വന്ദേഭാരത് ട്രെയിനിൽ ഇതേ റൂട്ടിലെ ചെയർകാർ നിരക്ക് 690 രൂപയായിരിക്കെയാണ് സമാനമായ വേഗതയിലും ഉയർന്ന ആഡംബരത്തോടെയും കുറഞ്ഞ ചെലവിൽ കെഎസ്ആർടിസി ഈ സർവീസ് ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വാങ്ങിയ ബസ്സുകൾ ബിസിനസ് ക്ലാസ് എന്ന പേരിൽ ഇറക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പിന്നീട് എക്സിക്യൂട്ടീവ് ക്ലാസ് എന്ന് പുനർനാമകരണം ചെയ്യുകയായിരുന്നു. ഇതിനൊപ്പം വാങ്ങിയ മറ്റു ബസ്സുകളിലൊന്ന് നിലവിൽ ആലപ്പുഴ ബംഗളൂരു പാതയിൽ സർവീസ് നടത്തുന്നുണ്ട്. വന്ദേഭാരത് ചെയർകാറിന് 690 രൂപയുള്ളപ്പോൾ സമാന സമയത്ത് അതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ആഡംബര യാത്ര വാഗ്ദാനം ചെയ്യുന്നത് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും. കെഎസ്ആർടിസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ്, എന്റെ കെഎസ്ആർടിസി നിയോ, OPRS മൊബൈൽ ആപ്ലിക്കേഷൻ, മറ്റ് റിസർവേഷൻ കൗണ്ടറുകൾ എന്നിവ വഴിയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. കെഎസ്ആർടിസിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മറ്റു പല സംവിധാനങ്ങളും ഈ ബസ്സിനുള്ളിൽ ഒരുക്കുന്നുണ്ട്. വോൾവോയുടെ ബസ്സിനെ അടിസ്ഥാനമാക്കിയാണ് ബിസിനസ് ക്ലാസ് ഒരുക്കിയിരിക്കുന്നതെങ്കിലും 35 സീറ്റുകൾ മാത്രമാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഉയർന്ന സ്പേസാണ് ഓരോ യാത്രക്കാരനും ലഭിക്കുക. അതിനിടെ ഓണാവധിക്കിടെ യാത്രക്കാരുടെ തിരക്ക് ഒഴിവാക്കാൻ കർണാടക കെഎസ്ആർടിസിയും കേരള RTCയും പ്രത്യേക അധിക സർവീസുകൾ പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 21 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ കർണാടക മാത്രം 90-ലധികം സ്പെഷ്യൽ സർവീസുകൾ നടത്തുന്നുണ്ട്. മൊത്തത്തിൽ 150-ലധികം അധിക സർവീസുകൾ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് സജ്ജീകരിച്ചിരിക്കുന്നു. അതിനിടെ കെഎസ്ആർടിസിയുടെ സൂപ്പർ ഫാസ്റ്റ് ഓർഡിനറി ബസ്സുകളിൽ TV സ്ഥാപിക്കുന്നു. 32 ഇഞ്ച് TVകളാണ് സ്ഥാപിക്കുന്നത്. കോട്ടയം ആസ്ഥാനമായ കമ്പനിക്കാണ് കരാർ. ആദ്യഘട്ടത്തിൽ 500 ബസ്സുകളിലാണ് TV സ്ഥാപിക്കുന്നത്. പിന്നീട് മറ്റു ബസ്സുകളിലേക്കും വ്യാപിപ്പിക്കും. TVയിൽ പ്രദർശിപ്പിക്കുന്ന പരസ്യങ്ങളിലൂടെ വരുമാനം കണ്ടെത്തിയാണ് കരാർ കമ്പനി ഇവ സ്ഥാപിച്ച് പ്രവർത്തിപ്പിക്കുക. ബസ്സിൽ ഡ്രൈവർ സീറ്റിന് പിറകിലായി യാത്രക്കാർക്കെല്ലാം കാണാവുന്ന വിധത്തിൽ മുകളിലായാണ് TV സ്ഥാപിക്കുന്നത്. TVയിൽ വാർത്തയ്ക്കൊപ്പം ബസ് സഞ്ചരിക്കുന്ന വഴിയിലെ വിവരങ്ങൾ, എത്തിയ സ്റ്റോപ്പ്, അടുത്ത സ്റ്റോപ്പ്, ബസ് സമയം, കെഎസ്ആർടിസിയെ കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ എന്നിവയെല്ലാം അറിയാം. കെഎസ്ആർടിസിക്ക് സാമ്പത്തിക ബാധ്യതയില്ലാതെ TV സ്ഥാപിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും അടക്കം എല്ലാം കരാറെടുത്ത കമ്പനി ചെയ്യും വിധമാണ് പദ്ധതി. പ്രതിമാസം ലഭിക്കുന്ന വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം തുക ലൈസൻസ് ഫീസായി കെഎസ്ആർടിസിക്ക് നൽകുകയും ചെയ്യും. 400ഓളം ബസ്സുകളിൽ TV സ്ഥാപിച്ചു കഴിഞ്ഞു. ശേഷിക്കുന്നവയിൽ സ്ഥാപിക്കുന്ന ജോലികൾ നടക്കുകയാണ്. കൂടുതൽ വരുമാനം ലഭിക്കുന്നവരെ തെരഞ്ഞെടുത്ത് അവർക്ക് നൽകാനും ആലോചനയുണ്ട്. വീഡിയോ അടക്കമുള്ളവ കോർപ്പറേഷന്റെ അംഗീകാരത്തോടെ മാത്രമേ പ്രദർശിപ്പിക്കാൻ അനുവാദമുള്ളൂ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.